നമസ്കാരം. നമ്മുടെ രാഹുൽ ഗാന്ധി ബീഹാർ സന്ദർശനം കഴിഞ്ഞ് അല്ലെങ്കിൽ ബീഹാറിലുള്ള പദയാത്ര കഴിഞ്ഞിട്ട് ഡൽഹിയിൽ തിരിച്ചെത്തി. രാഹുൽ ഗാന്ധി മാത്രമല്ല, പ്രിയങ്ക ഗാന്ധി തിരിച്ചെത്തി. അപ്പോൾ അവർ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യേണ്ട സമയം അയക്കുകയും അതിൻ്റെ നോമിനേഷൻ സബ്മിറ്റ് സമയമായിട്ടുണ്ട്. ബീഹാർ മുഴുവൻ ഇളക്കി മറിച്ച് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മൊത്തം നടക്കണം. പക്ഷേ പുള്ളി ബീഹാറിൽ എല്ലായിടത്തും പോയില്ല. പുള്ളി ആകെ പോയത് മുസ്ലിം ഭൂരിപക്ഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രമാണ്. അല്ലാതെ ബീഹാർ മൊത്തം പോയിട്ടില്ല. മൊത്തം ബീഹാറിൻ്റെ സ്ഥിതി എന്താണെന്ന് പുള്ളിക്കറിയില്ല. ഇത് പ്രശാന്ത് കിഷോറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് പ്രശാന്ത് കിഷോർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ 35 വണ്ടികളുടെ അകമ്പടിയോടെയാണ് ഈ യാത്ര നടത്തിയത്. 35 വണ്ടിയിലാണ് കണ്ടെയ്നർ, അറിയാലോ, പണ്ട് ഓൾ ഇന്ത്യ യാത്ര നടത്തി ഇപ്പോഴും ഈ കണ്ടെയ്നറാണ് യാത്ര. അതുപോലെ ഇപ്പോഴും കണ്ടെയ്നറിൽ തന്നെയാണ് യാത്ര. അല്ലെങ്കിൽ യാത്രയുടെ ഒരു എന്താ പറയണേ, കുറച്ചിട പുള്ളി ജീപ്പിൽ പോകും, അല്ലെങ്കിൽ പിന്നെ ബൈക്കിൽ പോകും. ലേറ്റസ്റ്റ് ബൈക്കിലായിരുന്നു. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് എക്സലൻ്റ് ആ വീഡിയോ. അതായത് 2 പേരുടെ ബൈക്ക് മേടിച്ചിട്ട് പോയിട്ട് ആ ബൈക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല. കുറച്ച് നേരം ഓടിച്ചിട്ട് തിരിച്ചു തരാം, 1.5 കിലോമീറ്റർ ഓടിച്ചിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞാണ് മേടിച്ചിട്ട് പോയതല്ല, അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് ഒരാളുടെ കംപ്ലൈൻറ്റ് പറയണ കേട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. അത് പോട്ടെ, അത് അവരവ തീർന്നു പോകും. അതല്ലല്ലോ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വളരെ കുറച്ച് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രമേ പോയിട്ടു. ബീഹാർ ഇത്രയും വലിയ സ്റ്റേറ്റ് ആയിട്ട് പോലും പുള്ളി എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോകാൻ നോക്കിയില്ല. ഈ വോട്ട് ചോരി ശരിയോ തെറ്റോ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരാളൊരു പ്രചരണത്തിന് പോകുമ്പോൾ മൊത്തം ബീഹാർ പോകാതെ ഒരു 4-5 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം പോയിട്ടാണ് കാര്യമുള്ളത്. അപ്പോൾ അത് മര്യാദയ്ക്കാവണമെങ്കിൽ ഈ ഹാസ് ടു ഗോ ടു ഓൾ ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും പോയി തൻ്റെ പ്രചരണം ഭംഗിയായിട്ട് നടത്തണം. അവിടെയും ഈ ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ഷനാണ്, അല്ലാണ്ട് നാഷണൽ ഇലക്ഷനൊന്നുമല്ല. ഇന്ത്യയിലേക്കുള്ള ഇലക്ഷൻ, പാർലമെൻറ്റിലേക്ക് ഇലക്ഷനൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ മോഡിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. മോഡി വോട്ട് ചോരി ചെയ്തു എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, എന്താണ് ഈ വോട്ട് ചോരി എന്ന പദം കൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ചോരി എന്ന് പറഞ്ഞാൽ കക്കലാണ്, മോഷ്ടിക്കലാണ്. അപ്പോൾ ആരുടെ വോട്ട് മോഷ്ടിച്ചു അത് കൃത്യമായിട്ട് പറയണ്ടേ. മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കുള്ള വോട്ട് വേറൊരാൾക്ക് കൊടുത്താലേ അത് മോഷണമാണ്. അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയാൽ, അതിൽ വേറൊരാൾ ഞാനറിയാതെ എൻ്റെ വോട്ട് എടുത്തുകൊണ്ട് പോയാൽ അത് മോഷണമാണ്. എവിടെ എടുത്തുകൊണ്ട് പോയേക്കണം. ഇങ്ങനെ കുറേ പേരെ പ്രസൻറ്റ് ചെയ്തു മീറ്റിങ്ങുകളിൽ. അവരൊക്കെ പറഞ്ഞ് ആദ്യം പറഞ്ഞവർ ഞങ്ങൾക്ക് വോട്ടില്ല, ഞങ്ങളുടെ കാണാനില്ല പേരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം ഒരു ബൂത്തിൽ നിന്ന് വേറൊരു ബൂത്തിലേക്ക് മാറിയിട്ടുള്ളൂ. അല്ലെങ്കിൽ 15-ാം ബൂത്തിൽ നിന്ന് 12-ാം ബൂത്തിലേക്ക് പോയി, അങ്ങനെയുള്ള കേസുകളുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് അന്വേഷിച്ചു അവരുടെ എല്ലാവരുടെയും വോട്ട് അവിടെ ഉണ്ട്. വോട്ടങ്ങ് പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ 67 ലക്ഷം പേരെ മാറ്റിയെന്ന് പറഞ്ഞു. അതിന് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞു 67 ലക്ഷം പേരുടെ വോട്ട് അല്ല, പിന്നെ പേര് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ അതും ചെയ്തു. അപ്പോൾ ആ ഒരു മോനയും കൂടെ ഒടിഞ്ഞു പോയി. അപ്പോൾ ഉള്ള ആൾക്കാരെയാണ് മാറ്റിയെന്ന് പറഞ്ഞാൽ അതിൽ പലരും അവിടെ ഇല്ലാത്തവരുണ്ട്, മരിച്ചവരുണ്ട്, അല്ലെങ്കിൽ വേറെ ബംഗ്ലാദേശികളുണ്ട്, പുറത്തുനിന്ന് വന്നവരുണ്ട്. അവരെയൊക്കെയാണ് ഒഴിവാക്കിയത്. അങ്ങനെയാണ് 67 ലക്ഷം പേര് ഇല്ലാണ്ടായത്. ഇങ്ങനെ ഈ കർണാടകയിൽ അൺനെസറി ആയിട്ട് ആൾക്കാർ എന്താ പറയണേ, വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അവിടെ താമസമില്ലാത്തവർ വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ താമസമില്ലാത്തവരെ അല്ലെങ്കിൽ ശരിക്കുള്ള ആൾക്ക് ഇല്ലാത്തവരെ ഒഴിവാക്കാനായിട്ടാണ് ഈ SIR നടത്തുന്നത്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തുന്നത്. അപ്പോൾ അത് പുള്ളി പറഞ്ഞൊരു കാര്യമല്ലേ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത്. അതും പുള്ളിക്ക് ദഹിക്കുള്ള, അതും പറ്റൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കല്ല. ഇങ്ങനെ എന്താ പറഞ്ഞത്, എനിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ എങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയും? ഇതിനകത്ത് ബീഹാറിനെ കുറിച്ച് ഇനിയും ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബീഹാറിലെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം.
ഇത് ഇപ്പോൾ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു.